സാർ, ഈ ദിലീപ് കേസ് എത്ര ചർച്ച ചെയ്താലും ആർക്കും മതിയാകുന്നില്ല. ദിലീപിനെ കോടതി വെറുതെ വിട്ടാലും ചിലർക്ക് ദിലീപിനെ വെറുതെ വിടാൻ അത്ര താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ്റുക. ഇനി അത് പറ്റിയില്ല എങ്കിൽ ഒന്ന് മരണം വരെ ജയിലിലിടെങ്കിലും വേണം. എങ്കിലേ ഞങ്ങൾക്കൊന്ന് ഞങ്ങളുടെ നെഞ്ചില് കല്ലിറങ്ങും എന്നാണ് പലരും പറയുന്നത്. ഈ പൾസർ സുനിയെ വെച്ചാണ് ഇവരെല്ലാരും വാദിക്കുന്നത്. പൾസർ സുനി പിന്നെ എന്താ പറയാ, ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തു. ആ കൊട്ടേഷന്റെ പുറത്ത് ദിലീപ് പിന്നെ അതിജീവിതയെ ആക്രമിക്കാനായി പൾസർ സുനിയോട് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൾസർ സുനി അതിന് മുൻപേ അറിയാവുന്ന ഒരു നടനില്ലേ? ഈ പൾസർ സുനി ആദ്യം ഡ്രൈവർ ആയിരുന്നത് മറ്റൊരു നടനെയല്ലേ? എങ്കിൽ സംശയമനയിൽ ആ നടനും വരണ്ടേ? അതെ, വാസ്തവത്തിൽ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ആ വിധിന്യായത്തിലൂടെ നോക്കിയപ്പോൾ മനസ്സിലായത്, ഈ അതിജീവിതയുടെ സംഘം, വലിയൊരു സംഘം, കൊട്ടേഷൻ സംഘം എന്നല്ല ഞാൻ പറഞ്ഞത്, വലിയൊരു സംഘം വലിയൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചു. കൊട്ടാരം, ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുമല്ലോ, അവിടെ പട്ടാഭിഷേകം ഉണ്ടാവുമല്ലോ എന്നൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് അവർ കാത്തു നിന്നു ഈ കഴിഞ്ഞ 8 വർഷം. പക്ഷെ അവസാനം നോക്കിയപ്പോൾ അതൊരു ആകാശ കൊട്ടാരമായിരുന്നു എന്നുള്ള ബോധ്യം അതാരാ അവരെ ഇത്രയും നിരാശാഭരിതരാക്കുന്നത്. ഈ കാര്യം സാമാന്യ യുക്തിയുള്ള, നിയമം പഠിച്ചിരിക്കണമെന്നില്ല, ഏതൊരാളും ഈ വിധിപ്പകർപ്പ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ 1117 പേജിലും പറഞ്ഞിരിക്കുന്നത് പ്രോസിക്യൂഷന് സംഭവിച്ചിരിക്കുന്ന ഈ ദൗർബല്യമാണ്. ഈ ദൗർബല്യം എന്ന് പറയുന്നതാണ് ഈ കേസിന്റെ പരാജയത്തിലേക്ക് നയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കൊട്ടേഷൻ സംഘം എന്ന് പറയുന്നത് ഈ പ്രോസിക്യൂഷൻ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഈ കേസ് തോൽപ്പിക്കുകയും ഈ ആസൂത്രകരെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പിഴയുടെ ഉത്തരവാദിത്വം അത് വലിയ പിഴ തന്നെയാണ്. മിയാ കൾപ്പ, മിയാ മാക്സിമ കൾപ്പ എന്ന് പറയുന്നത് എൻ്റെ തെറ്റ്, എൻ്റെ വലിയ പിഴവെന്ന് പ്രോസിക്യൂഷൻ സമ്മതിക്കണം ആദ്യം. ഇത് ഒരിക്കലും നിലനിൽക്കാത്ത, കോടതിയിൽ ഒരു ലോക്കസ് സ്റ്റാൻഡിയുമില്ലാത്ത, നിലനിൽപ്പുമില്ലാത്ത തെളിവുകളുടെ ഒരു കൊട്ടാരമാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒറ്റ ഉദാഹരണം മാത്രം. മുകേഷിന് ഈ കേസിൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. മുകേഷിന്റെ പേര് സ്പർശിക്കുന്നുണ്ട് കേസിലുണ്ട്. അതായത് സൗണ്ട് തോമ എന്നൊരു സിനിമ കേട്ടിട്ടുണ്ടോ? ആ സൗണ്ട് തോമ എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് ലൊക്കേഷനിൽ ഇവർ രണ്ടും ഉണ്ടായിരുന്നു. മുകേഷും അതുപോലെ ദിലീപും താമസിച്ചിരുന്നത് ഹോട്ടൽ ആർക്കേഡിയ എന്ന് പറയുന്ന 5 നക്ഷത്ര സൗകര്യങ്ങളുള്ള ഹോട്ടലിലായിരുന്നു. അവിടെ ഈ കേസിൽ പറയുന്നത് പ്രകാരം മുകേഷിന്റെ ഡ്രൈവർ എന്ന് പറയുന്നത് പൾസർ സുനിയാണ്. പൾസർ സുനി ആണല്ലോ, കൊടിസുനി അല്ല, പൾസർ സുനി. അതവിടെ ഉറച്ചിരിക്കട്ടെ. ഈ പൾസർ സുനിയാണ്. അങ്ങനെ മുകേഷും ദിലീപും തമ്മിൽ സിനിമാ താരങ്ങളും സഹപ്രവർത്തകരുമാണല്ലോ, താരങ്ങളുമാണല്ലോ. അങ്ങനെ ഒരു അടുപ്പം ഇവർ തമ്മിലുണ്ട്. തന്നെയല്ല, ഇടതുപക്ഷക്കാരോടൊപ്പം വളരെ അടുത്ത് പെരുമാറുന്ന ആളുമാണ് ദിലീപ്. ഇടതുപക്ഷക്കാരനാണെന്ന് പറയുന്നില്ല, അതിൽ 2 വർഷമുണ്ട്. KSUക്കാരനാണെന്നും പറയുന്നു, SFIക്കാരനായിരുന്നു, കോളേജിൽ പഠിച്ചിരുന്നപ്പോഴെന്നും പറയുന്നു. പലതരത്തിൽ, ഏത് തരത്തിലായാലും ബന്ധം തന്നെയാണല്ലോ സിനിമാ ജീവിതത്തിലെ ബന്ധം. അത് അങ്ങനെയുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പൾസർ സുനിയെ ഈ കൊട്ടേഷന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇതെന്തൊരു വാദമാണ്! അവർ തമ്മിൽ കൂട്ടുകാരായതുകൊണ്ട് ഇത് ഉപയോഗിച്ചു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമസേനൻ എന്ന് പറഞ്ഞാൽ കോടതിയിൽ അതിന് നിലനിൽപ്പില്ല. നമുക്ക് വിശ്വസിക്കാം. മനസ്സിലായോ? ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇതാണ് തെളിവായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ പിന്നൊരു തെളിവായിട്ട് പറഞ്ഞത്, പൾസർ സുനിയുടെ ഒരു കൂട്ടുകാരനുണ്ട്, അത് മുകേഷിന്റെ ഹെയർ ഡ്രസ്സറായിട്ടുള്ള പുരുഷോത്തമൻ എന്ന് പറയുന്ന ആളാണ്. പുരുഷോത്തമൻ, ഇതിനകത്ത് മേക്കപ്പ് മാൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മേക്കപ്പ് മാനല്ല, ഹെയർ ഡ്രസ്സറാണ്. നടിമാർക്ക് മാത്രമല്ല, കേശാലങ്കാരത്തിന് ആൾക്കാർക്ക്, അതെ, മുടിയില്ലാത്ത നടന്മാർക്ക് വരെ ഹെയർ ഡ്രസ്സർമാരുണ്ട്. എന്ത് തന്നെയാണോ എന്തോ, പോട്ടെ. അങ്ങനെയുള്ള സത്യം, ആ ഹെയർ ഡ്രസ്സർമാരുണ്ട്. ആ ഹെയർ ഡ്രസ്സർ ഒരാളാണ് പുരുഷോത്തമൻ. ഇതിൽ സാക്ഷിയായിരുന്നു. ഇയാൾ ചെന്ന് കോടതി വന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ ഈ സാക്ഷി? അതായത് എൻ്റെ മുറിയിലാണ് പൾസർ സുനി താമസിച്ചിരുന്നത്. അദ്ദേഹം അന്ന് മുകേഷിന്റെ ഡ്രൈവറായിരുന്നു എന്നാണ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു പുള്ളിക്കാരൻ. ഓക്കെ, അത് വെച്ചുകൊണ്ട് കോടതി ഈ മുകേഷിനോട് ചോദിച്ചു, പ്രോസിക്യൂഷനും ചോദിച്ചു, മുകേഷിനോട് ചോദിച്ചു, നിങ്ങളുടെ ഡ്രൈവറായിരുന്നു പൾസർ സുനി?
പൾസർ സുനി അത് എനിക്ക് ഓർമ്മയില്ലെന്നാണ് മുകേഷ് പറഞ്ഞത്. പറയാം, എന്താ അതിൻ്റെ സാങ്കത്യം? സാധാരണഗതിയിൽ ഒരു സിനിമാ നടന്റെ ഡ്രൈവറെ നിയമിക്കുന്നത് സിനിമാ നടനല്ല, അദ്ദേഹത്തിന്റെ മാനേജർമാരാണ്. ഡയറക്റ്റ് കോണ്ടാക്ട് ഇവനാരാ എന്താണെന്നും ചോദിക്കാറില്ല, ഇവരെ ഏൽപ്പിക്കുക. സാധാരണഗതിയിലല്ല. മമ്മൂട്ടിയുടെ ഡ്രൈവർ ആരാന്ന് നമുക്കറിയാമോ? മോഹൻലാലിന്റെ പക്ഷെ മാത്രം ഒരു എക്സെപ്ഷനാണ്. എന്താ കാര്യം? മോഹൻലാലിന്റെ ഡ്രൈവർ ആന്റണി പെരുമ്പാവൂർ, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ മാനസപുത്രനാക്കി സംവിധായകനും നിർമ്മാതാവും എല്ലാമാക്കി അദ്ദേഹത്തിന്റെ വലം കൈയുമാണ്. വേറെ ഒരു നടനും അതിനുള്ള ഒരു ഡ്രൈവർക്കും അതിനുള്ള ഒരു നിയോഗം ഉണ്ടായിട്ടില്ല മുമ്പും പിമ്പും. പ്രേം നസീറിന്റെ ഡ്രൈവർ ആരാന്നറിയാം? ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അതൊരു അപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, അതല്ലെങ്കിൽ ഒരു അപവാദമാണ്. എല്ലാ കേസിലും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഡ്രൈവറെ പലർക്കും ഇവരെ ശ്രദ്ധിക്കില്ല, അവർക്ക് വേറെ 100 കൂട്ടം കാര്യങ്ങള്. മനസ്സിലായില്ലേ? ഇപ്പം മട്ടാഞ്ചേരി മാഫിയ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ മാഫിയയുടെ ഇൻവോൾവ്മെന്റ് ഇതിൽ ഉണ്ടാവണം എന്തായാലും. അപ്പോട്ടെ. അപ്പോ എന്നിട്ട് കുഴപ്പമില്ല, പുരുഷോത്തമൻ ഇത്രയും പറഞ്ഞു, ശരി. അപ്പൊ എന്റെ അടുത്ത സുഹൃത്തായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. കോടതി പറഞ്ഞേ, നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, മറക്കല്ലേ. എന്നിട്ടൊരു വണ്ടിച്ചെക്ക് കേസില് ഇയാൾ വാദിയായി. ആരെ? ഈ പുരുഷോത്തമൻ. വണ്ടിച്ചെക്ക് കേസ് വേറൊരു കേസാണ്, ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടല്ല. ആ കേസിൽ ഇയാൾ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി എന്താണെന്ന് അറിയാമോ? അതായത് പൾസർ സുനി എന്ന് പറയുന്നവൻ ഒരു വൃത്തികെട്ടവനാണ്, എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ അവനെ പറഞ്ഞയച്ചതാണ്, ഒരു ദിവസം പോലും ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടില്ലെന്ന്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ വന്നു കഴിഞ്ഞാല് രേഖകൾ ഇതിലെന്ത് ചെയ്യണം? അതെന്ത് കവടി നിരത്തിക്കൊണ്ട് തീരുമാനിക്കണം. പറയൂ, ഭാഗ്യലക്ഷ്മിയൊക്കെ ഒന്ന് പറയൂ, കവടി നിരത്തണോ? കവടി നിർത്തണം. നിങ്ങൾ പറയുന്നത് ഇതെല്ലാം സത്യമാണ്, അവള് എന്നും ഇവര് പറയുന്ന സത്യം മാത്രമേ കോടതി അംഗീകരിക്കാവൂ, മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കരുതെന്നാണ് അവർ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഭാഗ്യലക്ഷ്മിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് വിദേശത്ത് ഉഗാണ്ടയിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദം ഡബ് ചെയ്യണം, അതേപോലെ അവർ പറയുന്ന പോലെ ആഫ്രിക്കാനീസ് ഭാഷയിൽ നിങ്ങൾക്ക് ഡബ് ചെയ്യാൻ പറ്റുമോ? അത് ഡബ് ചെയ്യാൻ പറ്റുമോ? അതില്ല. അതിൻ്റെ ഓഡിയോറൊക്കെ വേറെ ഒരു തെളിവുമില്ല, അതങ്ങ് ഡബ് ചെയ്യണം. അങ്ങനെ സങ്കല്പിച്ച് പറഞ്ഞാൽ ശരിയാക്കാൻ പറ്റുമോ കോടതിയിലെ കാര്യങ്ങൾ? കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു, അതിന്മേൽ വീണ്ടും ഒരു വിധി പുറപ്പെടുവിക്കും. ആര്? മേൽക്കോടതി. ആ വിധി പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ എന്തു സംഭവിക്കും? ഇവരുടെ ജോലിക്ക് അത് കുഴപ്പമുണ്ടാക്കും, ഇവരുടെ പ്രൊമോഷനെ എല്ലാം, സകലമാന പ്രൊമോഷനുകളെയും അത് ബാധിക്കും. മനസ്സിലായോ? അങ്ങനൊന്നും കയറി തോന്നിയതുപോലൊന്നും വിധി പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഭാഗ്യലക്ഷ്മിക്ക് വായി തോന്നുന്നത് വിളിച്ചു പറയാം, ചാനലിൽ വന്നിരുന്നുണ്ട്. പക്ഷേ ഒരു ജഡ്ജിക്ക്, ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഒരു ജഡ്ജിക്ക് അത് സാധ്യമല്ല. അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ എന്തോ ചേർന്നെന്ന് പറഞ്ഞ് കൊട്ടേഷൻ നടത്തി എന്ന് പറയുമ്പോൾ, കൊട്ടേഷൻ നടത്തിയത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ അല്ലെന്ന് എങ്ങനെ പറയാം? മട്ടാഞ്ചേരി മാഫിയയുടെ കൊട്ടേഷൻ അല്ലാന്ന് എങ്ങനെ അറിയാം? അദ്ദേഹം വളർന്നു വരുന്ന നടനെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം സിനിമാ രംഗത്ത് നടക്കുന്നു. പൾസർ സുനി എന്ന് പറയുന്നത് ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തേതുമല്ല അവസാനത്തേതുമല്ല. ഏതാ ഈ ബലാത്സംഗം? സിനിമയിൽ ഇത് ധാരാളമായിട്ട് നടത്തി വിജയിച്ച ഒരു കഥാപാത്രമാണ്. എന്തായാലും ഈ കേസ് കൊണ്ട് അദ്ദേഹം ഇപ്പം 20 വർഷത്തെ തടവ് കിട്ടി. ഇതുപോലെ പലതും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ആ ജീവിത ചരിത്രത്തിലെ ഒരു നിസ്സാര കാര്യം മാത്രമാണിത്. അപ്പൊ മതിയാവില്ല സാർ. എന്നാലും ഭാഗ്യലക്ഷ്മിയൊക്കെ പറയുന്നത് പൾസർ സുനിയെ വെറുതെ വിട്ടോ, അത് ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾക്ക് ദിലീപിനെ തീർക്കണം. ദിലീപിനെ എങ്ങനെ തീർക്കണം? അല്ല, അതിലും രസം തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, അതിജീവിത പേരൊക്കെ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പക്ഷേ പേര് പറയുന്നില്ല, നമ്മളെ മാന്യതയുടെ പേരിൽ. അവര് പറഞ്ഞിരിക്കുന്നത് പ്രതികളെ എല്ലാം ശിക്ഷിച്ചു. ഈ പ്രതികളെ എല്ലാം ശിക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസ് തീർന്നില്ലേ? ഈ കൊട്ടേഷൻ എന്ന് പറയുന്ന പ്രതി അല്ലേ? അപ്പൊ ഈ പ്രതി അല്ലാത്ത ഒരാളെ ശിക്ഷിച്ചില്ല കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അതാണ് മഞ്ജു വാര്യരും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത് കോടതി നീതി ചെയ്തില്ല എന്ന് പറഞ്ഞ് കൊട്ടേഷനിൽ ഒരാളുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ തിരക്കഥയിൽ ആരോ ഒരാളുണ്ട്, നമുക്കറിയില്ല. അവരെല്ലാരും കൂടെ തിരക്കഥ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അത് ദിലീപ് ആയിരിക്കാം. അതിലേക്ക് എത്തിയില്ല കോടതി. അതാണ് ഇവരുടെയൊക്കെ ഒരു മാനസിക വിഭ്രാന്തിയുടെ ഈ അത്തരം ലക്ഷണങ്ങൾ ഇവർ കാണിക്കുന്നത് അതിന്റെ ഇതുകൊണ്ടായിരിക്കാം. ഇനി ഇവർ ഒരു കാര്യം നമ്മളെ അറിയിച്ചാൽ മതി, ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആരാണ്? അതെ, ശ്രീലക്ഷ്മി എന്ന് പറയുന്ന അതിലേക്ക് ഈ പ്രോസിക്യൂഷൻ അന്വേഷണം പോകാൻ എന്താണ്? സ്വകാര്യത വെളിപ്പെടുവെന്ന് പ്രോസിക്യൂഷൻ കോടതി പറഞ്ഞത്. ശ്രീലക്ഷ്മിയുടെ സ്വകാര്യത വെളി വരുമെന്ന് പ്രോസിക്യൂഷൻ അല്ലേ അപ്പൊ അത് മറച്ചു വെക്കുന്നത്? അതെ, നിങ്ങളല്ലേ പറയുന്ന ഔട്ട് ക്യാം പുറത്ത് ആളുകളുടെ മുമ്പിൽ വെച്ച് വിചാരണ വേണമെന്ന്. ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ പേര് വെളിപ്പെടുത്തേണ്ടപ്പോൾ അത് സ്വകാര്യത വെളിപ്പെട്ടു പോകും. അപ്പം നീ പ്രോസിക്യൂഷൻ എന്തൊക്കെ ഒളിച്ചു വെക്കുന്നുണ്ട്.
പ്രോസിക്യൂഷന്റെ വമ്പിച്ച ഒരു പരാജയമാണ് ഈ ഗൂഢാലോചന അപ്പോൾ അതിൻ്റെ കൊട്ടേഷൻ, ഗൂഢസംഘത്തെ വെറുതെ വിടാനുള്ള കൊട്ടേഷൻ കിട്ടിയിരിക്കുന്നത് പ്രോസിക്യൂഷനാണ്. അപ്പോൾ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ മഞ്ജു വാര്യരും ചോദ്യം ചെയ്യേണ്ടത് പ്രോസിക്യൂഷനാണ്. അവർ കൊടുത്തിരിക്കുന്ന ദുർബലമായ തെളിവുകൾ അത് വായിച്ച് നോക്കിയ ശേഷം ഗവൺമെന്റ് ശമ്പളം പറ്റിക്കൊണ്ട് ഇതാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് അവരോട് ചോദിക്കണം. അല്ല ചാനലിൽ വന്ന് ചർച്ച ചെയ്യാനല്ലല്ലോ നിങ്ങളെ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്നത്. നോക്കൂ, രാമൻപിള്ള സാർ ഒരു തവണയെങ്കിലും ഈ ചാനലിൽ വന്നിട്ട് ചർച്ചയ്ക്ക് വരുന്നത് കണ്ടിട്ടുണ്ടോ? നേരത്തെ അസുഖം ഇല്ലാത്ത സമയത്തും അദ്ദേഹം വരില്ല. കാരണം ഈസ് എ പ്രൊഫഷണൽ അഡ്വക്കേറ്റ്. ചാനലിൽ വന്ന് അന്തിച്ചർച്ചയിൽ മുഖം കാണിക്കാനിരിക്കുന്ന ആളല്ല. അങ്ങനെയുള്ളതും കാണിച്ചിട്ട് തൻ്റെ തൊഴിൽ, തൻ്റെ പ്രവൃത്തിയോട് മര്യാദ അല്ലെങ്കിൽ നീതി കാണിക്കാതെ ഇരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരാത്തത്. അതിനെ ഏറിനെ കടിച്ചിട്ട് കാര്യമില്ല, എറിഞ്ഞവനെ കടിക്കണം. ആരാണ് ആ കൊട്ടേഷൻ സംഘം? ഈ പ്രോസിക്യൂഷനെ സ്വാധീനിച്ച കൊട്ടേഷൻ സംഘം. ആ കൊട്ടേഷൻ സംഘം പറഞ്ഞിട്ടായിരിക്കണം 2 പ്രോസിക്യൂട്ടർമാർ ഇതിന് പുറത്തു പോയത്. എന്നിട്ട് ഓരോന്ന് പറയാ ഈ കോടതി ഒന്നും നടക്കത്തില്ല. ഈ കോടതി നടത്തിപ്പിക്കണം. ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നത് നിങ്ങൾ നടത്തിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാ. അത് ഈ കോടതി ഒന്നും നടക്കത്തില്ല. ഇതെന്താ ഉഗാണ്ടയിലെ കോടതിയോ?